ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ദ ഇന്ത്യ പ്രസ്. എൻ്റെ പേര് കൃഷ്ണരാജ്. നിങ്ങൾ കമ്പ്യൂട്ടർ സയൻസിൽ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് ആ മേഖലയിൽ ജോലി നോക്കുന്ന ഒരു ഫ്രഷർ ആണ് എങ്കിൽ, അതുമല്ല ഒരു ചെറിയ എക്സ്പീരിയൻസ് 6 മാസത്തെയോ 1 വർഷത്തെയോ ഈവൻ 2 വർഷത്തെയോ എക്സ്പീരിയൻസോട് കൂടി ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ് നോക്കുന്ന ഒരു കാൻഡിഡേറ്റ് ആണ് എങ്കിൽ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായി കാണുക. സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാം അപ്സ്കില്ലിംഗ്. നമ്മളുടെ കഴിവുകൾ ഇപ്പോൾ നമ്മൾ കമ്പ്യൂട്ടർ സയൻസ് മേഖലയിൽ അല്ലെങ്കിൽ IT മേഖലയിൽ നമ്മൾ കുറേ കഴിവുകൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ പഠിച്ച കോഴ്സ് ഏതുമായിക്കോട്ടെ, BTech ആകാം, BCA ആകാം, MCA ആകാം, BSc IT ഓർ MSc IT ആകാം. ഇതിലേത് പ്രോഗ്രാമാണ് നിങ്ങൾ പഠിച്ചതെങ്കിലും നമ്മൾ നേടിയെടുത്ത കുറേ സ്കിൽസും കമ്പനീസിന് ആവശ്യമുള്ള കുറേ സ്കിൽസും ഉണ്ട്. ഇത് തമ്മിലുള്ള ഗ്യാപ്പ് ഉണ്ടാകുമ്പോഴാണ് നമ്മൾക്ക് പല ഇൻ്റർവ്യൂസിലും പല റിക്രൂട്ട്മെൻറ്റുകളിലും നമ്മൾ പരാജയപ്പെടുന്നത്. അപ്പം നമ്മുടെ അപ്സ്കില്ലിംഗ് എന്തൊക്കെ മേഖലകളിലായിരിക്കണം, എന്തൊക്കെ കാര്യത്തിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളായിരിക്കും ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. പരമാവധി സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി ഒന്ന് കാണാൻ ശ്രമിക്കുക. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ദിസ് ചാനൽ. ഞാൻ ആമുഖമായി പറഞ്ഞിരുന്നു എന്തൊക്കെ സ്കിൽസ് വേണം നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം ഞാൻ ആദ്യം ഒന്ന് സൂചിപ്പിച്ചു തരാം. നമ്മളുടെ സിലബസിൽ പഠിച്ച കുറേ കാര്യങ്ങളുണ്ട്. നിങ്ങൾ BTech BCA MCA അതുപോലെ ഏത് കമ്പ്യൂട്ടർ സയൻസ് റിലേറ്റഡ് ഓർ സിമിലർ കോഴ്സസ്, ഫോർ എക്സാമ്പിൾ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് EC പോലത്തെ ബ്രാഞ്ചുകളൊക്കെ പഠിച്ചവരാണെങ്കിലും, സ്പെസിഫിക്കലി കമ്പ്യൂട്ടർ സയൻസ് കോഴ്സ് ഏതെങ്കിലും പഠിച്ചവരാണെങ്കിൽ നമ്മുടെ സിലബസിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. കുറച്ച് പൈത്തൺ കാണും, കുറച്ച് ജാവ കാണും, ഒരുപക്ഷെ C ഉണ്ടായിരുന്നിരിക്കും, കുറച്ച് ഡാറ്റ സ്ട്രക്ചേഴ്സ് കാണും, സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് കാണും. ഇങ്ങനെ കുറേ പേപ്പേഴ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. ഇതിൻ്റെ അകത്ത് എത്രമാത്രം എക്സ്പെർട്ടീസ് ഉണ്ട് എന്നുള്ളത് നമ്മളോട് ചോദിച്ചാൽ ഒരുപക്ഷെ നമുക്ക് വലിയൊരു ധാരണയൊന്നും കാണണമെന്നുമില്ല. ഞാനിത് പറയാൻ കാരണം, ഈ അടുത്ത കാലത്ത് കുറേയധികം കമ്പനികൾ, പ്രത്യേകിച്ച് നമ്മുടെ ഇൻഫോ പാർക്കിലെയും ടെക്നോ പാർക്കിലും ഒക്കെയുള്ള കമ്പനികൾ, കോഴിക്കോട് സൈബർ പാർക്കിലുള്ള കമ്പനികൾ, ഇങ്ങനെ കുറേയധികം കമ്പനികൾ ഇവരുടെ റിക്വയർമെൻറ്റുകൾ ഞാനൊന്ന് സ്റ്റഡി ചെയ്തപ്പോൾ മനസ്സിലാക്കിയത്, ഫ്രഷേഴ്സിൽ ഇവരാഗ്രഹിക്കുന്ന, ഈ കമ്പനികൾ ആഗ്രഹിക്കുന്ന കുറച്ച് സ്കിൽസ് ഉണ്ട്. അതൊന്ന് ഡെവലപ്പ് ചെയ്താൽ ഒരു ജോലി അവരുടെ ഈ പറഞ്ഞ കമ്പനികളിൽ ഒരു എൻട്രി ലെവൽ ജോലി ഇത്തരം കമ്പനികളിൽ കയറിപ്പറ്റാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ നമ്മൾ ആ സ്കിൽസ് ഒന്ന് ഡെവലപ്പ് ചെയ്യണം. അപ്പോൾ അത് എന്തൊക്കെയാണ് എന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കാം. ഞാൻ ലിസ്റ്റ് ഔട്ട് ചെയ്ത കുറേയധികം പ്രോഗ്രാമിംഗ് സ്റ്റുഡൻസിനെ അല്ലെങ്കിൽ പ്രോഗ്രാമിംഗ് കാൻഡിഡേറ്റ്സിനെ, പ്രത്യേകിച്ച് പൈത്തൺ പ്രോഗ്രാമിംഗ് ഇപ്പോൾ ഏറ്റവും ഹോട്ടസ്റ്റ് ആയിട്ട് ഒരുപാട് കമ്പനികൾ ഹയർ ചെയ്യുന്നതാണ് പൈത്തൺ പ്രോഗ്രാമേഴ്സ്. അപ്പോൾ നിങ്ങളൊരു പൈത്തൺ പ്രോഗ്രാമർ ആണെങ്കിൽ, ഇനി അതല്ല മറ്റ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഏതെങ്കിലുമുള്ള അറിയാവുന്ന ഒരാളാണെങ്കിൽ, ഒരു IT സ്റ്റുഡൻ്റ് ആണെങ്കിൽ, നമ്മൾക്ക് അതിനോടനുബന്ധിച്ച് അവർ ആഗ്രഹിക്കുന്ന, ഈ കമ്പനി ആഗ്രഹിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അത് നമുക്ക് ഈ സമയത്ത് തന്നെ നിങ്ങൾക്കൊന്ന് സ്വന്തമായോ അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും സ്ഥാപനങ്ങളുടെയോ സ്വന്തമായുള്ള സഹകരണത്തോടെയോ കൂട്ടുകാരുടെ സഹായത്തോടെയോ ഓൺലൈൻ റിസോഴ്സ് ഉപയോഗിച്ചോ ഒക്കെ നമുക്കിത് നേടിയെടുക്കാം. അപ്പോൾ എന്തൊക്കെയാണ് എന്ന് ഞാൻ ആദ്യം ഒന്ന് പറയാം. കൂടുതലും ഈ സ്ഥാപനങ്ങളെല്ലാം ആഗ്രഹിക്കുന്നത് കമ്പ്യൂട്ടർ സയൻസിൽ ഒരു ഗ്രാജുവേഷൻ അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷനേക്കാൾ കൂടുതൽ ഇവർ പ്രിഫർ ചെയ്യുന്നത് ഗ്രാജുവേറ്റ്സിനെയാണ്. BTech ഇൻ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ BCA BSc കമ്പ്യൂട്ടർ സയൻസ്, BSc IT പോലെയുള്ള കോഴ്സുകൾ കംപ്ലീറ്റ് ചെയ്ത കുട്ടികളെയാണ് ഇവർ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ബ്രാഞ്ചിൽ ഉള്ളവരാണ് നിങ്ങളെങ്കിൽ, ഇവർ എപ്പോഴും ചോദിക്കുന്ന ഒരു അഡീഷണൽ ക്വസ്റ്റ്യൻ ഇതാണ്: ഒരു ഇൻറ്റേൺഷിപ്പ്, അതായത് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് മേഖലയിൽ ഒരു ഇൻറ്റേൺഷിപ്പ് നമ്മൾ ചെയ്തിട്ടുണ്ടോ? അപ്പോൾ പലപ്പോഴും പല കുട്ടികളും പറയും, വെരി സോറി, ഇൻറ്റേൺഷിപ്പ് ഒന്നും അങ്ങനെ ചെയ്തിട്ടില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ അതൊരു 2 ആഴ്ചത്തെ ഇൻറ്റേൺഷിപ്പ് അല്ലെ 1 ആഴ്ച ഇൻറ്റേൺഷിപ്പ്, അത് കോളേജിൽ നിന്ന് നിർബന്ധിച്ച് വല്ലതും ചെയ്യിപ്പിച്ചതായിരിക്കും. അങ്ങനെയല്ല, അതൊരു 6 മാസത്തെ എങ്കിലും ഒരു ഡീറ്റെയിൽഡ് ആയിട്ടൊരു നല്ല ഇൻറ്റേൺഷിപ്പ് നമ്മൾ ചെയ്യാൻ സാധിച്ചാൽ അതിലൂടെ നമുക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയിലേക്ക് എത്താൻ സാധിക്കും. അപ്പോൾ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് മേഖലയിൽ തന്നെയുള്ള ഒരു ഇൻറ്റേൺഷിപ്പ്, അത് പൈത്തണിലാകാം, ജാവയിലാകാം, മറ്റേതെങ്കിലും ടെക്നോളജീസിലാകാം, എനിത്തിങ്, ബട്ട് അതൊരു ഇൻറ്റേൺഷിപ്പ് ആയിരിക്കണം. അതൊരു 6 months ഡ്യൂറേഷനെങ്കിലും ഉള്ളത്. കോളേജിൽ പഠിക്കുന്ന സമയത്ത് മേ ബി പ്രോജക്റ്റ് നടക്കുന്ന സെമസ്റ്റർ ഉണ്ടല്ലോ, എഞ്ചിനീയറിംഗുകാരുടെ കാര്യത്തിൽ 8th സെമസ്റ്ററിൽ 7th സെമസ്റ്ററിൽ, BCAക്കാരുടെ കാര്യത്തിലാണെങ്കിൽ 5th and 6th സെമസ്റ്റർ. ആ സമയത്തൊക്കെ നമുക്ക് പ്രോജക്റ്റിന് വേണ്ടി ഒരുപാട് സമയം ക്ലാസ്സിൽ നിന്ന് എക്സംഷൻ കിട്ടും. ഞാനൊരു അധ്യാപകനായതുകൊണ്ട് എനിക്കറിയാം, BCA സ്റ്റുഡൻസിനെയൊക്കെ സംബന്ധിച്ച് അവരുടെ ഫൈനൽ സെമസ്റ്റർ, പ്രീ ഫൈനൽ സെമസ്റ്ററിലൊക്കെ ധാരാളം സമയം അവർക്ക് കിട്ടും പ്രോജക്റ്റ് ചെയ്യാൻ വേണ്ടിയൊക്കെ അനുവദിക്കുന്ന സമയം. ആ സമയം കുട്ടികൾ പലപ്പോഴും ക്രിയേറ്റീവായിട്ട് ഉപയോഗിക്കുന്നവർ വളരെ കുറവാണ് എന്നുള്ളതാണ് സത്യം. അപ്പോൾ ആ സമയം നമുക്ക് എന്തിനു ഉപയോഗിക്കാം? ഈ ഇൻറ്റേൺഷിപ്പ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. അതുകൂടാതെ ഈ പല കമ്പനികളും ചോദിക്കുന്നൊരു കാര്യമാണ് ഒരു അക്കാഡമിക് പ്രോജക്റ്റ്, അതും ലേറ്റസ്റ്റ് ടെക്നോളജി, ഫോർ എക്സാമ്പിൾ AI, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, മെഷീൻ ലേണിംഗ്, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു മേഖലയിൽ നമുക്കൊരു പ്രോജക്റ്റ് ചെയ്യാൻ സാധിച്ചാൽ
കൂടുതലും BCA BTech പ്രോജക്റ്റുകളൊക്കെ എന്തെങ്കിലും പഴയകാല പ്രോജക്റ്റുകൾ തന്നെ നമ്മൾ പേരൊക്കെ മാറ്റി എങ്ങനെയെങ്കിലുമൊക്കെ തല്ലിക്കൂട്ടി വെക്കുന്ന ഒരു രീതി ഒരുപാട് കുട്ടികൾ ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ശ്രമിക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ ഒരു അക്കാഡമിക് പ്രോജക്റ്റ് അത് ഏറ്റവും പുതിയ ടെക്നോളജിയിൽ AI പോലത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ മെഷീൻ ലേണിംഗ്, അതും അല്ലെങ്കിൽ നമ്മളുടെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, ഇങ്ങനെ ഏതെങ്കിലും, അല്ലെങ്കിൽ ഡേറ്റ സയൻസ്, ബ്ലോക്ക് ചെയിൻ ടെക്നോളജി, ഇങ്ങനെ ഏതെങ്കിലും ഒരു ടെക്നോളജിയിൽ നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ടെക്നോളജി യൂസ് ചെയ്ത് നമുക്കൊരു പ്രോജക്റ്റ് ചെയ്യാൻ ശ്രമിക്കാം. ഇനി ഓൾറെഡി നിങ്ങളുടെ പ്രോജക്റ്റ് ചെയ്തു കഴിഞ്ഞു പോയി, അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ ടെക്നോളജികളിൽ ഏതെങ്കിലും ഒരു ഇൻറ്റേൺഷിപ്പ് ചെയ്യാൻ ശ്രമിക്കാം. അതിനുവേണ്ടിയുള്ളൊരു ശ്രമം നടത്തുക. AIയിലോ അല്ലെങ്കിൽ മെഷീൻ ലേണിങ്ങിലോ അങ്ങനെ ഏതെങ്കിലും ഒരു ടെക്നോളജിയിൽ, ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയിലോ വല്ലതും എന്ത് ചെയ്യാൻ ശ്രമിക്കുക, ഒരു ഇൻറ്റേൺഷിപ്പ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം പ്രോജക്റ്റ് ഓൾറെഡി കഴിഞ്ഞു പോയി. ഇനി അതല്ല, പ്രോജക്റ്റ് വരുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും അതിനുവേണ്ടി ഒരു ശ്രമം നടത്തുക. ഇനി അടുത്ത ഒരു കാര്യം ഞാൻ പറയുന്നത് വളരെ പ്രാധാന്യത്തോടെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. സർട്ടിഫിക്കേഷൻ പ്രോഗ്രാംസ്. പണ്ട് കാലത്ത് ഒരു സർട്ടിഫിക്കേഷൻ ചെയ്യണമെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ പോയി ഒക്കെ ചെയ്യണം. ഇന്നത്തെ കാലത്ത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഓൺലൈൻ സർട്ടിഫിക്കേഷൻസ് ധാരാളമായി അവൈലബിൾ ആണ്. അൺഅക്കാഡമി പോലത്തെ പ്ലാറ്റ്ഫോംസ് യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ സോളോ ലേൺ പോലെ, അല്ലെങ്കിൽ യുഡെമി, യുഡാസിറ്റി, ഇങ്ങനെയുള്ള ധാരാളം, അല്ലെങ്കിൽ NTPL സ്വയം, ഇങ്ങനെയുള്ള ഒരുപാട് പ്ലാറ്റ്ഫോംസ് നമുക്കുണ്ട്. ഓൺലൈൻ പ്ലാറ്റ്ഫോംസ്, നമ്മളതിനെ MOOC പ്ലാറ്റ്ഫോംസ് വിളിക്കും, മാസീവ് ഓൺലൈൻ ഓപ്പൺ കോഴ്സസ്. അപ്പോൾ ഈ മാസീവ് ഓൺലൈൻ ഓപ്പൺ കോഴ്സസ്, അതായത് ഇൻ്റർനെറ്റ് ബേസ്ഡ് ആയിട്ട് നമുക്കൊരു മൊബൈൽ ഫോണിൻ്റെ അല്ലെങ്കിൽ ഒരു ലാപ്ടോപ്പിൻ്റെ സൗകര്യത്തിൽ വീട്ടിലിരുന്നുകൊണ്ട് പഠിക്കാൻ പറ്റുന്ന മികച്ച കോഴ്സുകൾ. ചിലത് ചെറിയ പേയ്മെൻറ്റൊക്കെ വേണ്ടതാണ്, ചിലത് ഫ്രീ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ചെറിയ പേയ്മെൻറ്റൊക്കെ ഉള്ളതാണെങ്കിലും അതൊരു അസറ്റായിട്ട്, ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് കരുതി ചെയ്യാം. ഇതിൽ പല ഓൺലൈൻ പ്ലാറ്റ്ഫോംസും ഈവൻ 99 റുപ്പീസിനൊക്കെ കോഴ്സ് സെല്ല് ചെയ്യുന്നുണ്ട്. അതൊക്കെ തന്നെ നമുക്ക് ഒന്ന് പഠിക്കാൻ ശ്രമിക്കാം. അപ്പോൾ ഈ പറഞ്ഞ ഒരു സർട്ടിഫിക്കേഷൻസ് ഇൻ ലേറ്റസ്റ്റ് ടെക്നോളജി, പലപ്പോഴും ചോദിക്കുന്ന പൈത്തൺ, ജാവ പോലത്തെ ടെക്നോളജീസാണ്. വലിയ കോംപ്ലിക്കേഷൻ ഒന്നുള്ള കാര്യമല്ല, നമ്മൾ സിലബസിൽ പഠിച്ചതായിരിക്കും. അതിൻ്റെ ഒരു അഡ്വാൻസ് ലേണിംഗ് ആണ് ഈ പൈത്തൺ, ജാവയിലൊക്കെയുള്ള ഒരു സർട്ടിഫിക്കേഷൻ കൂടി എടുക്കുക. പഠിച്ചിട്ടുണ്ടെന്നുള്ളത് ശരി, പക്ഷേ ഒരു സർട്ടിഫിക്കേഷൻ നമുക്കുണ്ടോ എന്നുള്ളതൊന്ന് ആലോചിക്കാം. ഇനി അതുമല്ല, കൂടുതൽ ഹയർ സർട്ടിഫിക്കേഷൻ, മൈക്രോസോഫ്റ്റ് സർട്ടിഫിക്കേഷനൊക്കെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഒരു മൈക്രോസോഫ്റ്റ് സർട്ടിഫിക്കേഷൻ, അല്ലെങ്കിൽ ഒരു നെറ്റ്വർക്കിങ്ങിൽ താല്പര്യമുള്ളവർക്ക് സിസ്കോ, ഇനി അതല്ലെങ്കിൽ നമ്മളുടെ റെഡ് ഹാറ്റ്, ലിനക്സിൽ താല്പര്യമുള്ളവർക്ക് റെഡ് ഹാറ്റ് സർട്ടിഫിക്കേഷൻ. ഇത്തരം അഡീഷണൽ സർട്ടിഫിക്കേഷൻസ് നിങ്ങളുടെ റെസ്യൂമേ വാല്യൂ ഒന്ന് കൂട്ടാൻ സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും അതിനുള്ളൊരു ശ്രമം നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുക. പിന്നെ ഒരുപാട് കമ്പനികൾ ആവശ്യപ്പെടുന്നത് നിങ്ങൾക്കൊരു ബേസിക് നോളജ് ഇൻ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ലൈഫ് സൈക്കിൾ, SDLC എന്ന് പറയും അല്ലേ, സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ലൈഫ് സൈക്കിൾ. അപ്പോൾ അത് ഈ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് സ്റ്റാർട്ടിങ് മുതൽ, ഒരു സിസ്റ്റം സ്റ്റഡി നടത്തുന്നത് മുതൽ ഡിപ്ലോയ്മെൻറ്റ് വരെ, അത് എങ്ങനെയാണ് ആ സോഫ്റ്റ്വെയറിനുള്ള പ്ലാനിങ് നടക്കുന്നത്, അതിൻ്റെ അടുത്ത ലെവൽസിൽ ഓരോ ലെവലിലും എങ്ങനെ നടത്തി അവസാനം ആ സോഫ്റ്റ്വെയർ എങ്ങനെ ഡിപ്ലോയ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ഒരു എൻറ്റയർ ലൈഫ് സൈക്കിൾ, തുടക്കം മുതൽ ഒടുക്കം വരെയുള്ളത് ആ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റിൻ്റെ ലൈഫ് സൈക്കിളിനെ കുറിച്ചും അതിൻ്റെ ഒരു അനാലിസിസ് സ്റ്റഡി, അതൊന്ന് പഠിച്ച് അതിൻ്റെ ഒരു സംവിധാനം മനസ്സിലാക്കിയെടുക്കാൻ ശ്രമിക്കുക. ഇനി അടുത്തത് ഞാൻ പറയാൻ പോകുന്നത് കുറച്ചുകൂടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജീസ്. അതായത് നമ്മൾ പൈത്തണിലും ജാവയിലും ഇപ്പോഴും നിൽക്കുകയാണ്. അത് തീർച്ചയായിട്ടും വേണം, കാരണം ഒരുപാട് കമ്പനികൾ ഇപ്പോഴും പൈത്തണിലും ജാവയിലുമാണ് റിക്രൂട്ട് ചെയ്യുന്നത്. പക്ഷേ ഇവരൊക്കെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്, ഈ കാൻഡിഡേറ്റിന് കുറച്ചുകൂടെ ലേറ്റസ്റ്റ് ടെക്നോളജീസ് ഏതെങ്കിലും അറിയാമെങ്കിൽ അവർക്കൊരു അഡ്വാൻറ്റേജ് കൊടുക്കാറുണ്ട്. കാരണം കമ്പനീസിനെ സംബന്ധിച്ചൊരു വറിയുണ്ട്, ഇൻ ഫ്യൂച്ചർ മേ ബി പുതിയ ടെക്നോളജീസ് ഒരുപാട് വരുന്നുണ്ട്, അപ്പോൾ അതിലേക്കായിരിക്കും സ്വിച്ച് ചെയ്യാൻ പോകുന്നത്. ഫോർ എക്സാമ്പിൾ റസ്റ്റ് പ്രോഗ്രാമിംഗ്, റസ്റ്റ് വളരെയധികം പോപ്പുലറാണിപ്പോൾ. റസ്റ്റ് ഈസ് ഗോയിങ് ടു റീപ്ലേസ് C എന്ന് വരെ പറയുന്നവരുണ്ട്. ഒരു പക്ഷേ വെറുതെ പറയുന്നതാകാം, എങ്കിൽ പോലും ഈ റസ്റ്റ് പ്രോഗ്രാമിംഗ് എന്നൊക്കെ പറയുന്നത് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ടെക്നോളജിയാണ്. അപ്പോൾ ഈ ലാംഗ്വേജിൽ തന്നെ റസ്റ്റ് പോലെയുള്ളത്, ഇനി അതല്ലെങ്കിൽ അതിലെ ഫ്രെയിം വർക്ക്സ് ഉണ്ട്, ഫ്ലാസ്ക് പോലെയുള്ളത്, അല്ലെങ്കിൽ ജാങ്കോ പോലെയുള്ള ഫ്രെയിം വർക്ക്സ്. അപ്പോൾ ഫ്ലാസ്ക് ആൻഡ് ജാങ്കോ, ഇതൊക്കെ ഫ്രെയിം വർക്ക്സ് ആണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് പഠിക്കാൻ ശ്രമിക്കുക. ഇത് ഓൺലൈൻ റിസോഴ്സസ് ഉപയോഗിച്ച് പഠിക്കാം. നമ്മളെവിടെയും സ്പെൻഡ് ചെയ്തൊന്നും പഠിക്കണമെന്നില്ല. ഓൺലൈൻ റിസോഴ്സസ് ധാരാളമുണ്ട്. ഞാൻ ഈ പറഞ്ഞ ഫ്ലാസ്കും ജാങ്കോയും റസ്റ്റും ഒക്കെ പഠിക്കാൻ പറ്റുന്ന അവസരങ്ങൾ. അപ്പോൾ ഈ ടെക്നോളജീസിൻ്റെ ഒക്കെ ഡീറ്റെയിൽസ് ഞാൻ, അല്ലെങ്കിൽ അതിൻ്റെ പേരുകൾ, അതിൻ്റെ എന്താണ് അതിൻ്റെ ബേസിക്സ് എന്നൊക്കെ ഉള്ളത് ഡിസ്ക്രിപ്ഷനിലിടാം. അപ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർ അതിലൊക്കെ ഒന്ന് കയറി മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഓൺലൈൻ റിസോഴ്സസ് ഒക്കെ ഉപയോഗിച്ച് ഒന്നുകൂടെ പഠിക്കാൻ ശ്രമിക്കുക. ഇനി ചില പഴഞ്ചൻ ആണെന്ന് നമ്മൾ കരുതുന്ന കാര്യങ്ങളും ഈ കമ്പനികൾ, അതായത് ഏറ്റവും പുതുതലമുറ കമ്പനികൾ ആവശ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. നമ്മൾ ഉപേക്ഷിച്ച ചില സാധനങ്ങൾ, ഫോർ എക്സാമ്പിൾ ജാവാസ്ക്രിപ്റ്റ് ഒക്കെ ഉപയോഗത്തിലില്ലാതായിട്ട് കാലങ്ങളായി നമ്മൾ പറയും. പക്ഷേ ഇപ്പോഴും ജാവാസ്ക്രിപ്റ്റ് അറിയാമോ എന്ന് പലരും ചോദിക്കാറുണ്ട്. അതിൻ്റെ കാരണം പഴയ ടെക്നോളജിയിൽ റൺ ചെയ്യുന്ന വെബ് പ്രോജക്ട്സ് ഒക്കെ ഉണ്ട്. അതിനെ ഒന്ന് റൺ ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ അതിനെ ഒന്ന് ഉപയോഗിക്കണമെങ്കിൽ ഇപ്പോഴും ഇതറിയാവുന്നവരെ വേണം എന്നുള്ളതാണ് അതിൻ്റെ സത്യം. അപ്പോൾ പല കാര്യങ്ങളും, ഫോർ എക്സാമ്പിൾ ജാവാസ്ക്രിപ്റ്റ്, HTML,
ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്, അതൊക്കെ നൂറ്റാണ്ടുകൾ മുമ്പ് എന്ന് വേണമെങ്കിൽ പറയാം. കഴിഞ്ഞ നൂറ്റാണ്ടിൽ 1990കളിലൊക്കെ പോപ്പുലറായിരുന്ന സാധനമാണ് HTML. പക്ഷേ ഇപ്പോഴും HTML ഡിമാൻഡ് ഉണ്ട്, അല്ലെങ്കിൽ HTML അറിയാമോ എന്ന് ഈ കമ്പനികൾ ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ്സ് CSS ഈ അറിയാമോ എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ CSSനെയും HTMLനെയും ജാവാസ്ക്രിപ്റ്റിനെയും ഒക്കെ പഴഞ്ചനെന്ന് പറഞ്ഞ് തള്ളാതെ അതിൻ്റെ ഒരു ധാരണ നമുക്ക് ഉണ്ടാക്കി വെച്ചാൽ ഈ പറഞ്ഞ പുതിയ ടെക്നോളജി റസ്റ്റ് പോലെ ഫ്ലാസ്ക് പോലെയുള്ള ടെക്നോളജികളോടൊപ്പം നമുക്കിതിനെയും കൂടെ ഒന്ന് മനസ്സിലാക്കി വെക്കാനായിട്ടും ശ്രമിക്കുക. പിന്നെ നമുക്ക് പുതിയ ഡേറ്റാബേസ് ടൂൾസിനെയും അതുപോലെ വേർഷൻ കൺട്രോൾ ടൂൾസിനെയും ഒക്കെ നമുക്ക് അറിഞ്ഞിരിക്കണം. വേർഷൻ കൺട്രോൾ ടൂൾസൊക്കെ പലതുണ്ട്, അതുപോലെ ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് ടൂൾസ് പലതുണ്ട്. അപ്പോൾ ഇതിനെയെല്ലാം ഒന്ന് പഠിച്ചിരിക്കണം. DBMS അല്ലെങ്കിൽ വേർഷൻ കൺട്രോൾസ്, ഇതിനെക്കുറിച്ചെല്ലാം നല്ല വ്യക്തമായൊരു ധാരണ. ഇതിൻ്റെയൊക്കെ ഏതെങ്കിലും ഒരു സർട്ടിഫിക്കേഷൻ ചെറുതാകാം, ഒരു 30 മണിക്കൂർ സർട്ടിഫിക്കേഷൻ ആകാം, അങ്ങനെയുള്ളതൊക്കെ ഒന്ന് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇത് ചെയ്താലുള്ള ഗുണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, നിങ്ങളൊരു കോമ്പറ്റീറ്റീവ് വേൾഡിൽ ഒരുപാട് മത്സരാർത്ഥികളുള്ളൊരു കോമ്പറ്റീറ്റീവ് വേൾഡിൽ ചെല്ലുമ്പോൾ നിങ്ങൾക്കൊരു അഡീഷണൽ അഡ്വാൻറ്റേജ് അത് തരും എന്നുള്ളതിലൊരു സംശയവും വേണ്ട. അതുകൊണ്ട് ഒട്ടും സമയം കളയണ്ട. നിങ്ങളൊരു തൊഴിലന്വേഷണത്തിൽ ഇറങ്ങിയിരിക്കുകയാണെങ്കിൽ ആ അന്വേഷണം നടക്കുന്നതിനൊപ്പം നമ്മളെ തന്നെ ഒന്ന് അപ്സ്കിൽ ചെയ്യാൻ ശ്രമിക്കുക, നമ്മുടെ സ്കിൽസിനെ ഒന്ന് ബെറ്റർ ആക്കാൻ ശ്രമിക്കുക. നമ്മളോട് കോമ്പീറ്റ് ചെയ്യുന്നവരെക്കാൾ ഒരു പടിയെങ്കിലും നമ്മൾക്ക് മുന്നിൽ നിൽക്കാൻ സാധിച്ചാൽ വളരെ എളുപ്പം നമുക്ക് ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ സന്ദർശിക്കുന്നത്, ഇത് നിങ്ങളുടെ ഫസ്റ്റ് വീഡിയോ ആണ്. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് ഹിറ്റ് ചെയ്യുക, ഈ ചാനലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. ഏറ്റവും മനോഹരമായ ഒരു തൊഴിൽ മേഖലയിലേക്ക് എത്തുവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. വിഷ് യു ഓൾ ദ ബെസ്റ്റ്.